ഹായ് ഫ്രണ്ട്സ്, അചിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ ഇവിടെ പുത്തമ്പള്ളിയുടെ അവിടെ ഇങ്ങനെ റൗണ്ട് ചുറ്റാണ് ഞാനും എൻ്റെ ഏട്ടനും കൂടിയിട്ട്. എന്നും എനിക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ കറങ്ങടിച്ച് നടക്കാമെന്നല്ലേ പറയണത്. അല്ല, ഇന്ന് ഞാൻ എൻ്റെ ചേട്ടന് വേണ്ടി ചേട്ടനാണെന്ന് ഷോപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനാണെന്ന് കറങ്ങി അടിച്ച് ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുകയാണ്. ഒന്നുമല്ല, ആൾക്ക് കുറച്ച് ഷൂ വേണം. ആൾക്കൊരു ഷൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഓഫീസിലേക്ക് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് റഫ് യൂസിന് വേണ്ടിയിട്ടുള്ള ഷൂ വാങ്ങിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. ഫസ്റ്റ് കടയിൽ തന്നെ ചെന്നു, കുറേ നേരം തിരഞ്ഞു പെടഞ്ഞു ഒക്കെയായി. അത്ര കളക്ഷൻസ് ഇല്ല തോന്നുന്നു. ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ചേട്ടൻ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോഴേ, അതായത് ഷൂസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണ സമയത്ത് ഞങ്ങൾ ഈ പുത്തമ്പള്ളിയിൽ അവിടെ നടന്നിട്ടാണ് എനിക്ക് ചെരുപ്പൊക്കെ മേടിച്ചത്. എനിക്കും ഏട്ടനൊക്കെ ഉള്ള ചെരുപ്പുകളൊക്കെ വാങ്ങിച്ചത്. അന്ന് 1000 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണ വിയറിങ്ങിൻ്റെ ചെരുപ്പിന്. അപ്പോൾ അത് വൻ വിഷയമായി തീർന്നു. ഞാൻ വാങ്ങിച്ചത് ഭയങ്കര ആർഭാടകാരിയാണ്, 1000 രൂപയ്ക്കൊക്കെ ചെരുപ്പ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അന്ന് ആദ്യമായിട്ടാണ് എൻ്റെ കല്യാണം ആയതുകൊണ്ട് ഞാൻ ഇവർ വാങ്ങിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എടുത്തത് അങ്ങനത്തെ ഒരു ചെരുപ്പായിപ്പോയി. എന്തോ ഒരു ഇതിൽ ഞാൻ അങ്ങനെ എടുത്തത് നല്ല ഭംഗിയുള്ളൊരു ചെരുപ്പായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഫീലിങ്സ് വന്നേ. ഇതാ പോകുന്നത് കണ്ടോ, 1000 രൂപയ്ക്ക് ചെരുപ്പ് വാങ്ങിയവൾ എന്നുള്ള ഒരു ദുഷ്പേര് പോലെയായിരുന്നു എനിക്ക്. എന്തോ ഒരു സംഭവം പോലെ. എനിക്കാകെ വിഷമവും സങ്കടവും എല്ലാം അനുഭവിച്ചിട്ട് ഞാൻ ഭയങ്കര ഫീലിങ്സിലാണ് കേട്ടോ. ഓരോ പ്രാവശ്യം പുത്തമ്പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ചെരുപ്പ് എടുക്കുമ്പോഴും ബാഗ്സ് വാങ്ങിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ അനുഭവിക്കാറുണ്ട്. ആ ഫീലിങ് എനിക്കൊരു ഭയങ്കര സുന്ദരമായിട്ടാണ് നമ്മൾ ചെരുപ്പുകളൊക്കെ ഷൂകളൊക്കെ വാങ്ങിക്കുന്നതൊക്കെ സന്തോഷമായിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നതും എല്ലാം. അപ്പോൾ ആ ചെരുപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആ ചെരുപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല നല്ല കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഫോർച്യൂണിൽ ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ് കേട്ടോ. ഇവിടെ തീരെ പിടിച്ചിട്ടില്ല. പിന്നെ അവരുടെ പെരുമാറ്റവും ആ ചേട്ടന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചേട്ടൻ അവിടെ നിന്ന് പോവാന്നൊക്കെ പറഞ്ഞു. കുറേ നേരമൊക്കെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോൾ പറ്റണില്ല, ചേട്ടന് തീരെ പറ്റണില്ല. ഓരോ ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കി. പിന്നെ നമുക്ക് നല്ലത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ നല്ലത് നോക്കി. പിന്നെ ആൾ നല്ല സെലക്ട് ചെയ്തിട്ട് തന്നെ എടുക്കുള്ളൂ കേട്ടോ. ആൾക്ക് അത്യാവശ്യം ഇഷ്ടമാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയല്ല. ഇഷ്ടമല്ല, ഇനി ചിലപ്പോൾ എടുക്കാൻ വേറെ കിട്ടിയില്ലെങ്കിലും വെച്ചിട്ട് എടുത്തിട്ട് പോരും. എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ഇട്ട് നോക്കി നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഓഫീസിലേക്കൊന്നും ഇടാൻ പറ്റില്ല. ഈ പച്ചയും മഞ്ഞയും നീലയൊന്നും അങ്ങനെ ഓഫീസിലേക്ക് അങ്ങനെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഏട്ടൻ അത് വേണ്ട, ഒരു ബ്ലാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ആയിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും ചേട്ടന് തൃപ്തിയായില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങായിട്ടോ. അമ്മേ, ഇത് ഞങ്ങൾ വേറൊരു ഷോപ്പിലെത്തിയിട്ടോ. ഇത്ര നേരം കറങ്ങിയ പോലെയല്ല, വേറൊരു ഷോപ്പിലേക്ക് വന്നു. ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്. ചേട്ടന് ഷൂ വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ എത്തിയത്. ഇതിവിടെ എത്തുമ്പോൾ എനിക്ക് എന്താ കളക്ഷൻസ്, എന്താ രസം. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിനിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഫോർച്യൂണിൽ. എൻ്റെ പൊന്നൂ, ഭയങ്കര ഉള്ളിലേക്ക് എത്താം. ഇവിടെ ആൾ പോയിട്ട് കാണാൻ. അപ്പോൾ ഞാൻ താഴ്ത്തിയിരിക്കുകയായിരുന്നു കുറച്ച് നേരം. അങ്ങനെ ഞാൻ മുകളിലെത്തി. ഇവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. നോക്കട്ടെ കിട്ടിയോ എന്തോ. എന്തായി ചേട്ടാ, എടുത്തുവോ? ആഹാ, ഇതാണ് എടുത്തു വെച്ചത്. ബ്ലൂ കിട്ടിയില്ല. ബ്ലൂ ആണ് എടുത്തു വെച്ചിരിക്കണേ. ഹായ്, എന്താ പേര്? യൂട്യൂബിലിടാട്ടോ. എനിക്ക് യൂട്യൂബിലെ ഇടാം.
അങ്ങനെ തൽക്കാലം ഒരു ഷൂ കിട്ടി. തൽക്കാലം എന്നല്ല, അടിപൊളി ഷൂ തന്നെ വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ട ഷൂ തന്നെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടെ, ശരി. അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഭാരത് ഹോട്ടലിലേക്ക് എത്തിയിട്ടോ. അവിടെയാണ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ എവിടെ ചെന്നാലും ചേട്ടൻ പിന്നെ മൊബൈൽ തന്നെയാണല്ലോ. അങ്ങനെ ഭാരത് ഹോട്ടലിൽ ഒരുപാട് നാളായിട്ടോ. ഭാരത് ഹോട്ടലിൽ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്, എങ്കിലും ഭാരത് ഹോട്ടലിലേക്ക് പോകലൊക്കെ ഭയങ്കര വിരളമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഭാരത് ഹോട്ടലിലെ ഫുഡ് പണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. ഇപ്പോഴും ടേസ്റ്റിന് വ്യത്യാസമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷെ ക്വാണ്ടിറ്റിക്കൊക്കെ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ അങ്ങോട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ബിരിയാണിയാണ് മേടിച്ചത്. ബിരിയാണി ചേട്ടനാണ് ഭട്ടൂര മേടിച്ചത്. ഭട്ടൂര വാങ്ങിച്ചത് വലിയ ടേസ്റ്റ് ആയിട്ടില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. ഞാൻ പക്ഷേ ബിരിയാണിയാണ് വാങ്ങിച്ചത്. എനിക്ക് മറ്റുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ട് വരണ്ടല്ലോ, നമ്മൾ ഡയറ്റിലൊക്കെ ഇല്ലേ. അതായത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഫുഡ് ഇങ്ങനത്തെ ബിരിയാണി വാങ്ങിച്ചത്. പിന്നെ പനീർ ബട്ടർ മസാല മേടിച്ചു, പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ മസാല മേടിച്ചു. മറ്റുള്ള കോളിഫ്ലവറും ഗോബി മഞ്ചൂരിയനൊന്നും എനിക്കിപ്പോൾ ഇനി കഴിക്കാൻ വലിയ താല്പര്യമില്ല, വേണ്ടാന്ന് വിചാരിച്ചു, മാറ്റി വെച്ചു. ഇനിയിപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബിരിയാണിയാണ്. ബിരിയാണി കഴിക്കുമ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്തുട്ടാ ഇത് ചെറിയ ഭട്ടൂരയാണ്, ശരിയാണ്, പത്തൻസിൽ അടിപൊളി ടേസ്റ്റും അടിപൊളി ഇതാണ്. അപ്പോൾ ഭട്ടൂര എനിക്ക് തോന്നുന്നു പത്തൻസിലായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ കഴിച്ചതിൽ കേട്ടോ, തൃശ്ശൂര് കഴിച്ചതിൽ ഭാരതിനേക്കാളും കുറച്ചുകൂടെ നല്ലതായിട്ട് ഇരിക്കുന്നത് പത്തൻസിലെ ഭട്ടൂരയാണ്. ബിരിയാണി ആസ് യൂഷ്വൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, സാധാരണ ഒരു വെജ് ബിരിയാണിയാണ്. വലിയ ടേസ്റ്റിന് വലിയ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരുപാട് ടേസ്റ്റോ അങ്ങനെയൊന്നുമില്ല. ഭാരതിലൊരു ടേസ്റ്റ് വണ്ടിയിൽ നിന്ന് ഞാൻ പ്രത്യേകം പറയാൻ കഴിഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ കാറിൽ ഇരുന്നിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വണ്ടി എന്ന് പറഞ്ഞത് ചേട്ടനോട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തീറ്റ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ശരിക്കും പറഞ്ഞാൽ 9:30 ആയി ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 9:30 ആയിട്ടുണ്ട് ഏകദേശം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാറാവുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ ആ കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര വിശപ്പോടുകൂടി തന്നെയാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഇത് മഴയുണ്ടായിരുന്നു, മഴയും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി വിശപ്പും കാര്യങ്ങളൊക്കെ വരും. വൈകിട്ടാണെങ്കിൽ ഒന്നുമില്ല, 2 അരിയുണ്ട മിണുങ്ങിയതാണ്, അല്ലാതെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ കാരണം വിശപ്പുകൊണ്ടാണ് കേട്ടോ ഇരിക്കണത്. പിന്നെ ഭാരത് ഹോട്ടൽ തൃശ്ശൂരിലെ ഫേമസ് വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ ഒന്നാണ് ഭാരത് ഹോട്ടൽ. അതൊരു ഏകദേശം പറയുകയാണെങ്കിൽ 1, 2, 3 സ്ഥാനത്തിൽ ഏറ്റവും ഒന്നാമത് തന്നെയായിരിക്കും കേട്ടോ. വെജിറ്റേറിയൻ ഹോട്ടലിൽ ഭാരത് ഹോട്ടലിലാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ടേസ്റ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാം വെജിറ്റേറിയൻസ് ധാരാളം ആൾക്കാർ വരും. ക്യൂ ആണ് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നാൽ. അപ്പോഴേ അജിന്തി പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്, ടാറ്റ, ബൈ ബൈ. എൻ്റെ ഷോപ്പിംഗ് വീഡിയോ എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് പറയണേ.